കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ ടൗണിന് സമീപം മുസ്ലിം പള്ളി ജംഗ്ഷനിൽ ശക്തമായ മഴയത്ത് മണ്ണിടിഞ്ഞ ഭാഗം വാഹനയാത്രികർക്ക് അപകട ഭീഷണിയായി മാറുന്നു. മണ്ണിടിഞ്ഞ് റോഡിന്റെ ഒരു വശത്തെ മണ്ണ് ഒലിച്ചു പോയതോടെ അടിവശം പൊള്ളയായി മാറി. വലിയ ഭാരവാഹനങ്ങളടക്കം ഈ ഭാഗത്തുകൂടി കടന്നു വന്നാൽ റോഡ് ഇടിഞ്ഞ് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ നാളിലുണ്ടായ ശക്തമായ മഴയത്താണ് ഈ റോഡിന്റെ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിൽ റോഡിന്റെ ഒരു ഭാഗത്ത് വലിയ അള്ളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയാൽ ഇതുവഴി കടന്നു വരുന്ന വാഹനയാത്രക്കാർക്ക് അപകട സാഹചര്യം മനസ്സിലാകത്തുമില്ല. ഇതിനാൽ ഈ സൈഡ് വഴി വലിയ വാഹനങ്ങൾ അടക്കം കടന്നു വന്നാൽ മണ്ണിടിഞ്ഞ് ഏതു നിമിഷവും വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. നിലവിൽ യാതൊരുവിധ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല. മഴയത്ത് മേളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീഴുകയും പള്ളിയുടെ 1 ഏക്കറോളം സ്ഥലം മണ്ണ് ഒലിച്ചു പോവുകയും ഭയാനകമായ രീതിയിലാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ നിലനിൽപ്പ്. കാരണം മണ്ണിടിഞ്ഞ് പോയപ്പോഴത്തേക്ക് റോഡ് അകത്തോട്ട് മൊത്തം പൊള്ളയായി. ഭാരവണ്ടികൾ വന്നാൽ ഏത് സമയവും ഈ റോഡിടിഞ്ഞ് ആറ്റിനകത്തോട്ട് വാഹനം മറിയുകയും ആളപായം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ എത്രയും പെട്ടെന്ന് PWD ഇടപെട്ട് ഇവിടെ ഒരു ദിശാ ബോർഡുകൾ, സൂചനാ ബോർഡുകൾ, റോഡ് അപകടമാണെന്ന് പറഞ്ഞ് ഒരു ദിശാ ബോർഡുകൾ, സൂചനാ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചില്ലെങ്കിൽ ഏത് സമയവും വൻ അപകടം ഉണ്ടാകാം. കാരണം റോഡ് മൊത്തം പൊള്ളയാണ്. രാത്രിയിലും പകലുമായി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. ഈ ഭാഗം ചേർത്ത് വാഹനം നിർത്തിയാൽ പോലും മണ്ണിടിച്ച് താഴേക്ക് വാഹനം ഉൾപ്പെടെ പതിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ നിലനിൽക്കുന്ന അപകട ഭീഷണിക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പീരുമേട്.